അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ഇക്കായിരുന്നു കണ്ടോ? എടാ ഒന്ന് ഇട്ടുകൊടുക്ക. എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. അയാളുടെ കണ്ണിന് മുമ്പിൽ പെട്ടാൽ മരണമാണ് ഭാഗ്യം. ആരായിരിക്കും? ആരാന്ന് പറയടാ. ഇത് സീനിയർ വടി പോടുമ്പോ അതെ, ഒരവതാരമാ. കൊറേ നേരമായിട്ട് നമ്മൾ വിചാരിക്കും നെടുന്നുള്ളും ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് കുളമാക്കും. ഇത് വെറുതെ തോക്കും കൊണ്ട് കയ്യിലെടുത്തിട്ട് 3 വെടിയും വെച്ചിട്ട് ഇങ്ങനെ ഊതിയിട്ട് സ്ലോ മോഷനിൽ ഇങ്ങനെ ഒരു തിരിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ പോലെ അടിമകളായിട്ട് ജീവിക്കും. സാർ, ആ പയ്യന്റെ ഡീറ്റെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ്. ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. എന്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. ആ സസ്പെക്ഷനെ കണ്ടെത്താൻ പറ്റുമോ? സാറേ, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൊടുകൈ കലക്കി കളഞ്ഞു. നോക്കിയടാ രോമ എന്നേക്കുന്നത്. എടാ, ഈ പിള്ളേരൊക്കെ പറയത്തില്ലോ കൊലമാസ്. മരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ. ഞാൻ ശതകങ്ങൾക്ക് മുമ്പ് പിറന്നവൻ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാകും. ഏത് ഇരുട്ടിലും നിന്നിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള എൻ്റെ പല്ലുകൾക്കുള്ള ക്ഷണപത്രികയാണ് ഇരട്ടിപ്പിക്കുന്ന ആ. കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ടതല്ലയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും പറയുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇത് ലോകത്തിന്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു വന്നത്.